കാലാവസ്ഥാ വ്യതിയാനത്തിൽ തകർന്നടിഞ്ഞ് സംസ്ഥാനത്തെ ടൂറിസം മേഖല ഉഷ്ണതരംഗത്തിന് പിന്നാലെ കള്ളക്കടൽ പ്രതിഭാസവും സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി. മിക്ക ടൂറിസം കേന്ദ്രങ്ങളിലും എത്തിയത് വിരലിലെണ്ണാവുന്ന സഞ്ചാരികൾ മാത്രം. സഞ്ചാരികളുടെ എണ്ണത്തിലെ കുറവ് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെയും കാര്യമായി ബാധിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, കനത്ത ചൂടാണ്. രണ്ടാമത്തത് കള്ളക്കടൽ പ്രതിഭാസവും. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലയളവിൽ കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകളും അതുപോലെ വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകളും എത്തുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെ നേരിടാനാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ പ്രശാന്ത്? അനിൽ നമ്പ്യാർ, നമുക്കറിയാം ഈ മധ്യവേനൽ അവധിക്കാലം സംസ്ഥാനത്തിലേക്ക്, കേരളത്തിലേക്ക് നിരവധി സഞ്ചാരികൾ എത്തേണ്ടതാണ്. മുൻവർഷങ്ങളിലെല്ലാം ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലൊരു വലിയ വർധനവൊക്കെ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വിദേശ സഞ്ചാരികളും കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇത് നേരെ മറിച്ചാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് ഇത്തവണ ചൂട് വളരെയധികം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കള്ളക്കടൽ പ്രതിഭാസവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംസ്ഥാനത്തിന് തന്നെ മിക്ക സ്ഥലങ്ങളിലും, അതായത് ഈ ടൂറിസം മേഖലയോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഈ മുന്നറിയിപ്പുകൾ, ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഒരു കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായ ശംഖുമുഖത്താണ്. ശംഖുമുഖത്തും നമുക്കറിയാം നിരവധി കടകമ്പോളങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെയും നിരവധി ആളുകൾ വന്നെത്തേണ്ടതാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ആളുകളുടെ എണ്ണത്തിലൊരു വലിയ കുറവാണ് ഈ പ്രദേശങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. ഈ ശംഖുമുഖത്തേക്ക് വരികയാണെങ്കിൽ ആളൊഴിഞ്ഞ ഒരു പ്രദേശമായി മാറുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും സാഹചര്യം ഈ സമാനമായ രീതിയിലാണ്. കോവളമായിക്കോട്ടെ, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോഴും ആതിരപ്പള്ളി അടക്കമുള്ള മറ്റ് ജില്ലകളിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണുള്ളത്. ആളുകൾ എത്തുന്ന, സഞ്ചാരികൾ എത്തുന്ന എണ്ണത്തിൽ വലിയൊരു കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റത് വിദേശ സഞ്ചാരികളടക്കം എത്തുന്നതിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല മറ്റ് മലയോര ടൂറിസം മേഖലകളുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും സമാനമായ സാഹചര്യമാണുള്ളത്. വെള്ളച്ചാട്ടങ്ങളിലെല്ലാം വെള്ളം കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ സഞ്ചാരികളുടെ എണ്ണത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ചൂട് കൂടിയതാണ് ഏറ്റവും ഒരു പ്രധാന പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത്. അതായത് വലിയ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഈ കേരളത്തിൽ ചൂട് കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ സമാനമായ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടമായി എത്തിയിരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു വലിയ മാറ്റമാണ് നമുക്ക് ഈ എല്ലാ മേഖലകളിലും കാണാൻ കഴിയുന്നത്. കടകമ്പോളങ്ങളടക്കം അടഞ്ഞു കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഈ സമാനമായ സ്ഥിതി അല്ലായിരുന്നു. ആളുകൾ കൂട്ടമായി എത്തുന്നത് കൊണ്ട് തന്നെ ഈ ചെറുകിട കച്ചവടക്കാരെല്ലാം വലിയ കാര്യമായി പ്രവർത്തിച്ചിരുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ ടൂറിസം മേഖലയെല്ലാം ഒന്നാകെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല എല്ലാ മേഖലകളിലും ഈ ഉഷ്ണതരംഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ഈ ടൂറിസത്തെ കാര്യമായി ബാധിച്ചെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ മുന്നറിയിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം ലഭിക്കുന്നതുകൊണ്ട് തന്നെ സഞ്ചാരികൾ, കേരളത്തിലേക്ക് എത്തേണ്ട സഞ്ചാരികൾ മാറി ചിന്തിക്കുകയും തമിഴ്നാട് പോലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഈ ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ എത്തുന്നത് എണ്ണത്തിൽ വളരെ കുറവ് രേഖപ്പെടുത്തി. അതായത് ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പും തുടർന്നാണ് ഈ കള്ളക്കടൽ പ്രതിഭാസവും അതിൻ്റെ മുന്നറിയിപ്പും ഒക്കെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യം വന്നതോട് കൂടിയാണ് ആളുകൾ കൂട്ടമായി കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ഒഴിവാക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ മറ്റ് ദൃശ്യങ്ങളിൽ കാണുന്നത് കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അടഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. സഞ്ചാരികൾ എത്താത്തത് കൊണ്ടാണോ ഇങ്ങനെ അടച്ചിടാൻ ഇവർ നിർബന്ധിതരായിരിക്കുന്നത്? തീർച്ചയായും ഈ മേഖലകളിലൊക്കെ സഞ്ചാരികൾ എത്തേണ്ടതായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ശംഖുമുഖമായിക്കോട്ടെ, അതുപോലെ തന്നെ വേളി, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തെയും അതുപോലെ തലസ്ഥാനത്തെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഒരു
ശേഷമാണ് നിലവിലുള്ളത്. ഒരു 7 മണിക്ക് ശേഷമേ ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആളുകൾ കൂട്ടം എത്തണമെങ്കിൽ തന്നെ 7 മണി പിന്നിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ചൂട് അല്പമൊന്ന് കുറഞ്ഞൊരു ആശ്വാസം കിട്ടുന്ന സമയം, ആ സമയത്ത് മാത്രമാണ് ജനങ്ങൾ സഞ്ചാരികളെല്ലാം ഈ പ്രദേശങ്ങളിലേക്കെല്ലാം എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കടകൾ പോലും തുറക്കാൻ ഈ ക്കേണ്ട സാഹചര്യം വന്നത്. അടച്ച് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാനും ചില കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. അതും ഇത്തരത്തിൽ ആളുകൾ എത്തുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇവർ ചില കടകൾ മാത്രം തുറന്നിട്ടിരിക്കുകയും ചെയ്തത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലെയും ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കേവലം ഒരു ശംഖുമുഖത്തിന്റെ അവസ്ഥ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തന്നെ ആണ് സമാന സ്ഥിതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉഷ്ണതരംഗം ചൂട് കൂടിയത് 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് മുകളിലേക്കാണ് ഇത്തവണ ചൂട് എത്തുന്ന സാഹചര്യമുണ്ടാകുന്നത്. എല്ലാ ജില്ലകളിലും, കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം സഞ്ചാരികളുടെ എണ്ണത്തെ കൂട്ടമായി എത്തുന്നതിനെ, അല്ലെങ്കിൽ ഒഴിവുകാലം ആഘോഷിക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തെ വളരെയേറെ വലിയൊരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും വലിയ കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളൊക്കെ സർക്കാർ ആവിഷ്കരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നതും. ചിലയിടങ്ങളിലൊക്കെ ഈ ചിലവ് കുറച്ചുകൊണ്ടുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തേണ്ട സാഹചര്യമായിരുന്നു ഈ കേരളത്തിലേക്ക്. എന്നാൽ അതിൽ വലിയൊരു കുറവ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ചൂട് കൂടുന്നതും ഒക്കെ ഉണ്ടാക്കി തീർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നമുക്കറിയാം ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ചൂട് മൂലം ഉണ്ടാകുന്നതായിട്ടുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം ദേശീയ മാധ്യമങ്ങളടക്കം ഇത് വലിയ കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലെ സ്ഥിതിവിശേഷം, അതായത് പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം, ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ ചൂട് കൂടിയത് വലിയ കാര്യമായി റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സഞ്ചാരികളുടെ എണ്ണം കുറയുവാൻ കാരണമാകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അങ്ങിങ്ങായി മഴ പെയ്തിരുന്നു, എന്നിട്ടും ഉഷ്ണത്തിന് ശമനമുണ്ടായിട്ടില്ല എന്നാണോ? തീർച്ചയായും ചെറിയ തോതിൽ പലയിടങ്ങളിലായി മഴ പെയ്തെങ്കിൽ പോലും ചൂടിനെ കാര്യമായി കുറയ്ക്കുന്ന രീതിയിലേക്ക് ഒരു മഴ പെയ്തിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും മുന്നറിയിപ്പുകൾ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോഴും ഈ ചൂടിൻ്റെ കാഠിന്യത്തിന് കുറവൊന്നുമില്ല. നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത കിടക്ക് തന്നെ 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുകയും ഒരു 39 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഏതാനും പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലകളിലൊക്കെ സമാനമായ സ്ഥിതിയുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ഈ ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഒരു മുന്നറിയിപ്പും നൽകുന്നുമുണ്ട്. ഇത്തരത്തിലൊരു ഇത്തരമൊരു സാഹചര്യം മുമ്പൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരികൾ കുറയുന്നതിൻ്റെ ഒരു കാരണമെന്നാണ് പറയാൻ കഴിയുന്നത്. നമുക്ക് പ്രതികരണം എടുക്കുവാൻ പോലുമുള്ള സഞ്ചാരികൾ ഇവിടെങ്ങും ഇല്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. അതായത് മറ്റാരും ഒരു പ്രതികരണം എടുക്കണമെങ്കിൽ പോലും അതിനും ആളുകളില്ലാത്തൊരു സ്ഥിതിയുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം. അതുപോലെ തന്നെ വിദേശ സഞ്ചാരികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതും സമാനമായ അവസ്ഥയാണ്. അതായത് അതികഠിനമായ ചൂട് വിദേശ സഞ്ചാരികളെയും കേരളത്തിലേക്ക് എത്തുന്നത് തടസ്സമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുറവ് സഞ്ചാരികൾ മാത്രമാണ് വിദേശത്തു നിന്നും എത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കോവളം പോലുള്ള മേഖലകളിൽ, അല്ലെങ്കിൽ കോവളം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ സഞ്ചാരികൾ എത്തേണ്ടതാണ്. അവിടെ വിദേശ സഞ്ചാരികളാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത്. വിദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്നൊരു പ്രദേശം കൂടിയാണ് ഈ കോവളവും വർക്കല പ്രദേശങ്ങളൊക്കെ ഈ തെക്കൻ കേരളത്തിൽ. അപ്പോൾ ആ ഭാഗങ്ങളിൽ പോലും ഈ വിദേശികൾ എത്തുന്നതിലും ഒരു കുറവുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഈ കടലിലേക്കും അതുപോലെ തന്നെ കടൽക്കാറ്റ് കൊള്ളുവാനുമായി ഇറങ്ങുന്നതിനും രാത്രിക്ക് ശേഷമാണ്, അതായത് 7 മണിക്ക് ശേഷമാണ് ഇവരും പുറത്തേക്ക് ഇറങ്ങുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നത്. വളരെ കാര്യമായി ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള കാരണം കൂടിയാണ് ഇതിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ആളുകൾ കുറയുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വർക്കലയിലേക്ക് വരികയാണ്. വർക്കലയിലും ആലപ്പുഴയിലെ ടൂറിസം ആയാലും ശരി, ബോട്ട് ടൂറിസം ആയാലും ശരി, ഇതെല്ലാം സമാനമായൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാടും മറ്റ് വെള്ളച്ചാട്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അത്തരം ആതിരപ്പള്ളി ആയാലും ശരി, മറ്റ് ചെറുകിട വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയും ജലത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലത്തിൻ്റെ അളവ് കുറഞ്ഞതും ഈ മേഖലകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ ജനങ്ങൾ എത്തുന്നതിന് ഒരു തടസ്സമായി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷമാണ്, ഒരു അസാധാരണ സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇതുകൊണ്ട് സർക്കാരിനും ഉണ്ടാകും, ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ടൂറിസവും ഒരു വലിയ സഹായമാണ്. എന്നാൽ അത്തരത്തിൽ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം കേരളത്തിലേക്ക് വർദ്ധിക്കുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അതികഠിനമായ ചൂടാണ് ഈ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. പ്രശാന്ത്, സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞത് സംസ്ഥാനത്തെ ഹോട്ടൽ ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? നമുക്കറിയാം
ടൂറിസത്തിൻ്റെ അനുബന്ധ മേഖലകളാണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഹോട്ടൽ ഇൻഡസ്ട്രിയെയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും, ബുക്കിംഗ് കുറഞ്ഞിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, തീർച്ചയായും ഈ അവധി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം വന്നതോടുകൂടി ടൂറിസം മേഖലയും ബാധിച്ചിട്ടുണ്ട്. നിരവധി ബുക്കിങ്ങുകൾ കുറഞ്ഞതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് കൂട്ടം കൂട്ടമായി വന്ന് എത്തി താമസിക്കുവാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാതായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകളുടെ എണ്ണത്തിലും കുറവ് ഈ മേഖലകളിലെല്ലാം രൂപപ്പെടുന്നത്. അത് കേവലം ഒരു ഹോട്ടൽ മേഖല മാത്രമല്ല, സമസ്ത മേഖലകളിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ എത്താത്ത സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതികഠിനമായ ചൂടാണ്. ആ വെയിലിൽ എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട് നിലവിൽ. മാത്രമല്ല, രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുന്നറിയിപ്പുകൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അനുദിനം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ രൂപപ്പെടുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ആളുകൾ കുറയുന്നത്. അത് ഹോട്ടൽ മേഖലകളെയും വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. ബുക്കിങ്ങുകളെല്ലാം കുറഞ്ഞതായാണ് നമുക്കറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ആളുകൾ കുറയുന്നത് പോലെയും അതുപോലെ തന്നെ ഹോട്ടൽ മേഖലകളെല്ലാം ഈ ഒരു മാന്ദ്യം ബാധിച്ച സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഈ മധ്യവേനൽ കഴിഞ്ഞു വരുന്ന മഴക്കാലത്തോടു കൂടിയാണ് വീണ്ടും ഈ ടൂറിസം മേഖല സജീവമാകുകയുള്ളൂ. ഈ ചൂടൊന്ന് കുറയേണ്ടിയിരിക്കുന്നു ആളുകൾ ഇനി എത്തിച്ചേരുന്നതിനായി. അതുകൊണ്ട് തന്നെ ഈ ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രം, മധ്യവേനൽ കഴിഞ്ഞതിന് ശേഷം ചൂടിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞ് മഴ വന്നതിന് ശേഷം മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിലും ആളുകൾ എത്തുകയുള്ളൂ. എന്തായാലും ഇതിൽ ഒരു തീരദേശ ടൂറിസം ആയിക്കോട്ടെ, മലയോര ടൂറിസം ആയിക്കോട്ടെ, രണ്ട് മേഖലകളിലും ആളുകൾ എത്തുന്നതിൻ്റെ എണ്ണത്തിലൊരു കുറവ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുമ്പോൾ ഈ ഹോട്ടൽ മേഖലകളിലും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരെയും അടക്കം ഇത്തരത്തിലൊരു സാമ്പത്തികമായിട്ട് തളർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ടൂറിസം മേഖലകളിലും ഒരു വലിയ സാമ്പത്തിക പ്രശാന്ത്, മലയാളികൾ വിയർത്തൊലിക്കുമ്പോൾ ടൂറിസം മന്ത്രി കുളിര് തേടിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ കറങ്ങി നടക്കുകയാണ്. ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ടൂറിസം വകുപ്പ് ആരായുന്നുണ്ടോ? അതായത് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ടൂറിസം മേഖല നൽകുന്ന സംഭാവന അത് വിലമതിക്കാത്തതാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രശ്നത്തെ ഗൗരവത്തോടെ എടുക്കേണ്ട ടൂറിസം വകുപ്പിൻ്റെ മന്ത്രി അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് ഓടി ഒളിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് വിശ്രമിക്കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലയാളികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള ടൂറിസം മന്ത്രിയും പോയിരിക്കുന്നത്. ടൂറിസം വകുപ്പ് ക്രിയാത്മകമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? എന്താണ് ടൂറിസം വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നത്? അനിൽ നമ്പ്യാർ, അത് തന്നെയാണ് ഈ സ്വതവേ തണുപ്പ് കുറഞ്ഞ മേഖലയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്തോനേഷ്യയൊക്കെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടുത്തെ ചൂടിൻ്റെ കാഠിന്യമായിരിക്കാം ഇത്തരത്തിലൊരു വിനോദയാത്രയ്ക്ക് മുഖ്യമന്ത്രിയും കുടുംബത്തെയും പ്രേരിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും കുടുംബവും ഇതുപോലെ വിനോദയാത്രയിൽ ആർത്തുല്ലസിക്കുകയാണ്. എന്നാൽ മലയാളികളും മറ്റ് വിനോദസഞ്ചാരികളും ദുഃഖമനുഭവിക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. എന്നാൽ ഇതിൽ ടൂറിസത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടൂറിസം മേഖലയിലെ തടസ്സയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായിട്ടുള്ള എന്ത് നടപടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചു എന്നതിന് കൃത്യമായൊരു വ്യക്തതയൊന്നുമില്ല. അതായത് ചില ഇളവുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ലാതെ എന്തൊക്കെയാണ് ഇളവുകൾ എന്നതിനെക്കുറിച്ചൊന്നും കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുമില്ല. അതായത് ഈ സഞ്ചാരികളുടെ എണ്ണത്തെ വന്നതിലുള്ള കുറവ് എങ്ങനെ പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു അസാധാരണ സാഹചര്യത്തെ ഏത് രീതിയിൽ നേരിടണം എന്നടക്കമുള്ള കാര്യത്തിൽ കാര്യമായ സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇത്തരത്തിൽ സഞ്ചാരികളുടെ എണ്ണവും വളരെയധികം കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഭാസം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം മുമ്പെങ്ങും സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല. അതായത് ഒരു അടുപ്പിച്ചൊരു 4 ആഴ്ചയോളം ഇത്തരത്തിൽ ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പൊക്കെ നൽകുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് അസാധാരണമായ ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പ്രകൃതിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ചൂട് അല്ലെങ്കിൽ ഒന്നും ഈ മുമ്പെങ്ങും ഇത്തരത്തിൽ മധ്യവേനൽ അവധിക്കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്തൊന്നും ഇത്തരത്തിലുള്ള ചൂടോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല.
എത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ആഭ്യന്തര സഞ്ചാരികൾ കൂട്ടമായി ഈ കേരളത്തിലേക്ക് എത്തുന്നത് അവധി ആഘോഷിക്കാൻ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറ്റ് വഴികൾ നോക്കി സഞ്ചാരികളെ ഏത് വിധത്തിൽ ആകർഷിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളിലൊന്നും ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ നിലവിൽ സഞ്ചാരികൾ എവിടെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ, അതായത് കൂട്ടമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അത് വാട്ടർ തീം പാർക്കുകളിൽ മാത്രമാണ്. അതിൽ അത്തരത്തിലുള്ള വാട്ടർ തീം പാർക്കുകൾ മാത്രമായിട്ട് ഏകദേശം ചില സ്ഥലങ്ങളിലുള്ള വാട്ടർ തീം പാർക്കുകളിൽ സഞ്ചാരികൾ എത്തുന്നുണ്ട് എന്നൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഇടങ്ങളെല്ലാം കാലിയാകുന്ന സാഹചര്യമാണുള്ളത്. പകൽ മുഴുവനും 7 മണിക്ക് ശേഷം, രാത്രി 7 മണിക്ക് ശേഷമാണ് മാത്രമാണ് ജനങ്ങൾ കൂട്ടമായി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും സഞ്ചാരികൾ എത്താൻ വഴിയില്ല. പണ്ട് കാലത്തെ അപേക്ഷിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയേറെ ഇത്തരത്തിലുള്ള അറിയിപ്പുകളെല്ലാം നിരന്തരം നൽകുന്ന സാഹചര്യത്തിൽ, സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ഇടപെടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ സംസ്ഥാനത്തിന് പുറത്തും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ഈ മുന്നറിയിപ്പുകൾ ശ്രമിക്കുന്നവരായിരിക്കും ഈ സഞ്ചാരികൾ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നോക്കിയിട്ട് ആയിരിക്കും ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുന്നത് വളരെ കുറവായി ഒരു കാരണമായി വിലയിരുത്തുന്നുണ്ട്. നമുക്ക് നേരത്തെ പരിശോധിക്കുകയാണെങ്കിൽ കൊടൈക്കനാൽ, ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നതായി ഉള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് സ്ഥലങ്ങൾ, ഇത്തരത്തിൽ കേരളത്തെ അപേക്ഷിച്ച് ചൂട് കുറഞ്ഞ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് ജനങ്ങൾ മാറുന്നതായി, യാത്ര മാറ്റുന്നതായിട്ടുള്ള പദ്ധതി വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല മലയാളികളുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഈ കേരളത്തിലെ സഞ്ചാരികളുടെ കാര്യത്തിലും വരുമ്പോൾ കേരളം വിട്ടുള്ള ടൂറിസം മേഖലയാണ് മലയാളികളും തിരഞ്ഞെടുക്കുന്നത്. അതായത് കേരളീയരും കേരളത്തിന്റെ ആഭ്യന്തര സഞ്ചാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ചൂട് കുറഞ്ഞ മേഖലയിലേക്ക് റിപ്പോർട്ട് ചെയ്തതിന് കാലാവസ്ഥാ വ്യതിയാനത്തിൽ തകർന്നടിഞ്ഞ് സംസ്ഥാനത്തെ ടൂറിസം മേഖല. ഉഷ്ണതരംഗത്തിന് പിന്നാലെ കള്ളക്കടൽ പ്രതിഭാസവും സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി. മിക്ക ടൂറിസം കേന്ദ്രങ്ങളിലും എത്തിയത് വിരലിലെണ്ണാവുന്ന സഞ്ചാരികൾ മാത്രം. സഞ്ചാരികളുടെ എണ്ണത്തിലെ കുറവ് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.